ഹലോ, ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കബീർ ദാസിൻ്റെ സാഖി എന്ന പദ്യമാണ്. സാഖി എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? സാക്ഷി. കബീർ ദാസിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഹിന്ദി के निर्गुण भक्ति शाखा के ज्ञानाश्रय कवियों में कबीर दास का नाम अग्रणी है. ഹിന്ദിയിലെ നിർഗുണ ഭക്തിശാഖയിലെ അറിവുള്ള കവികളിൽ കബീർ ദാസിൻ്റെ പേര് മുന്നിലാണ്. ഇൻകെ ജന്മ സ്ഥാൻ തഥാ വർഷ के संबंध में कई प्रकार की बातें प्रचलित है. അപ്പോൾ അദ്ദേഹം ജനിച്ച സ്ഥലവും വർഷവും സംബന്ധിച്ച് പലതരത്തിലുള്ള കാര്യങ്ങൾ പ്രചാരത്തിലുണ്ട്. कुछ विद्वानों का मानना है कि इनका पालन पोषण एक मुसलमान जुलाहा दंपति नीरू और नीमा ने किया था. അപ്പോൾ ചില പണ്ഡിതന്മാർ വിശ്വസിച്ചിരുന്നത് മുസ്ലിം നെയ്ത്തുകാരായ ദമ്പതികളായ നീരുവും നീമയും ചേർന്നാണ് അദ്ദേഹത്തെ വളർത്തിയതെന്നാണ്. അപ്പോൾ അദ്ദേഹം ജനിച്ചത്, അദ്ദേഹത്തിൻ്റെ ജനന വർഷം 1455 കണക്കാക്കപ്പെടുന്നത്. 1455 എങ്ങനെ പറയാൻ? 1455. കബീർ പഠേ ലിഖേ നഹി ദേ പർ ബഹുശ്രുതേ. അപ്പോൾ കബീർ ദാസ് വിദ്യാഭ്യാസം നേടിയിരുന്നില്ല, മറിച്ചൊരു ബഹുസ്വരനായിരുന്നു. संतों साधुओं आदि के साथ बैठ कर इन्होंने ज्ञान प्राप्त किया था. അദ്ദേഹം സന്യാസിമാരുടെയും മഹർഷിമാരുടെയും കൂടെ ഇരുന്നു കൊണ്ടാണ് ജ്ഞാനം നേടിയതെന്നാണ് ഇവിടെ പറയുന്നത്. कबीर निर्गुण ब्रह्म के उपासक थे, इसलिए इन्होंने मूर्ति पूजा, ढोंग, आडंबर आदि का हटकर विरोध किया. കബീർ നിർഗുണ ബ്രഹ്മാവിൻ്റെ ആരാധകനായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം വിഗ്രഹാരാധനയും കാപ്പട്യങ്ങൾ, പൊങ്ങച്ചം ഇവയെല്ലാം അദ്ദേഹത്തെ അതിനെല്ലാം ശക്തമായി എതിർത്തിരുന്നു. കബീർ की भाषा में अनेक भाषाओं के शब्दों का मेल है. കബീറിൻ്റെ ഭാഷയിൽ പല ഭാഷകളിൽ നിന്നുള്ള പദങ്ങളുടെ മിശ്രിതം ഉണ്ട്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ശ്ലോകം നോക്കാം. ഗുരു ഗോവിന്ദ് ദോ ഖടേ കാക്കേ ലാഗു പായം ബലിഹാരി ഗുരു ആപ്നോ ജിൻ ഗോവിന്ദ് ദിയോ ബത്തായ്. ഗോവിന്ദ് എന്ന് പറഞ്ഞാൽ ഭഗവാൻ, ദോ എന്ന് പറഞ്ഞാൽ ദോനോം രണ്ടുപേരും, ഖട എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? നിൽക്കുക. കാക്കേ എന്ന് പറഞ്ഞാൽ ആരുടെ, കിസ്കെ. പായം എന്ന് പറഞ്ഞാൽ പയർ, കാല്. അപ്പോൾ കബീർദാസ് ഇവിടെ തൻ്റെ ഈ വാക്യങ്ങളിൽ ഗുരുവിനെയും ദൈവത്തെയും താരതമ്യം ചെയ്തുകൊണ്ട് ഗുരുവിൻ്റെ സ്ഥാനം ദൈവത്തേക്കാൾ മഹത്തരമാണെന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നു. അപ്പോൾ കബീർദാസ് പറയുകയാണ്, ഗുരു ഗോവിന്ദ് ദോ ഖടേ കാക്കേ ലാഗു പായം ബലിഹാരി ഗുരു ആപ്നോ ജിൻ ഗോവിന്ദ് ദിയോ ബത്തായ്. അപ്പോൾ കബീർദാസ് പറയുകയാണ്, എൻ്റെ ഗുരുവും ദൈവവും മുന്നിൽ നിൽക്കുന്നു. ഈ രണ്ടു പേരിൽ ആരുടെ കാലിലാണ് ഞാൻ ആദ്യം തൊടേണ്ടത്? അപ്പോൾ അതാണ് എൻ്റെ ധർമ്മസങ്കടം. ഈ ചോദ്യത്തിന് ഉത്തരം നൽകുമ്പോൾ കബീർ പറയുകയാണ്, അദ്ദേഹം തന്നെ പറയുന്നു, ഞാൻ ആദ്യം ഗുരുവിൻ്റെ പാദങ്ങളിൽ ശിരസ് നമിക്കട്ടെ. കാരണം എനിക്ക് ദൈവത്തിലേക്ക് എത്താനുള്ള വഴി കാട്ടിത്തന്നത് എൻ്റെ ഗുരുവാണ്. അപ്പോൾ ഇവിടെ കബീർദാസ് പറയുകയാണ്, ഇപ്പോൾ എൻ്റെ മുമ്പിൽ ഗുരുവും ദൈവവും ഒരുമിച്ച് വന്ന് നിന്നാൽ ഞാൻ ആദ്യം നമസ്കരിക്കുന്നത് എൻ്റെ ഗുരുവിനെയാണ്. കാരണം ആ ഗുരുവാണ് എനിക്ക് ദൈവത്തെ കാണിച്ചു തന്നത്. അതിനാൽ അദ്ദേഹം ഗുരുവിനാണ് ദൈവത്തേക്കാൾ കൂടുതൽ ഉയർന്ന സ്ഥാനം കൊടുക്കുന്നത്. അപ്പോൾ അടുത്ത ദോഹ നോക്കാം. ജബ് മേ താ തബ് ഹരി നഹി അബ് ഹരി ഹേ മേ നഹി മേം പ്രേം ഗലി അതി സാങ്കരി താമേ ദോ ന സമാഹി. അപ്പോൾ ഇവിടെ കബീർദാസ് പറയുകയാണ്, മനുഷ്യൻ്റെ ഉള്ളിൽ അഹങ്കാരം എന്ന ഭാവന ഉള്ളപ്പോൾ അവനിൽ ഈശ്വരൻ കടാക്ഷിക്കില്ല. അവിടെ ഈശ്വരൻ്റെ എവിടെയാണ് അഹങ്കാരമുള്ളത് അവിടെ ഈശ്വരൻ്റെ അനുഗ്രഹം ഉണ്ടാവത്തില്ല, കടാക്ഷം ഉണ്ടാകില്ല. മേം എന്ന് പറഞ്ഞാൽ ഞാൻ, മേം എന്ന ഞാൻ എന്നുള്ള ഭാവം ഉള്ളിടത്തല്ലേ, അഹങ്കാരം ഉള്ളിടത്ത് ഈശ്വരൻ വസിക്കില്ല. അപ്പോൾ മേം എന്ന് പറഞ്ഞാൽ ഞാനെന്ന് പറഞ്ഞാൽ അവിടെ അഹങ്കാരത്തെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പം അഹങ്കാരവും ഈശ്വരനും ഭഗവാനും ഒരുമിച്ച് വസിക്കത്തില്ല. അപ്പോൾ എവിടെ അഹങ്കാരം ഇല്ലാതാവുന്നു അവിടെ ഈശ്വരൻ വസിക്കുള്ളൂ. എവിടെ താഴ്മയുണ്ടോ അവിടെ മാത്രമേ ഈശ്വരൻ വസിക്കുകയുള്ളൂ. അപ്പോൾ ഇവിടെ
കബീർദാസ് പറയാണ്, കബീർദാസ് कहते हैं कि प्रेम की गली बहुत तंग है, उसमें अहंकार और भगवान दोनों नहीं रह सकते हैं. അപ്പം പ്രേം കി ഗലി എന്ന് പറഞ്ഞാൽ സ്നേഹത്തിൻ്റെ വഴി, അത് ഇടവഴി വളരെ ചുരുങ്ങിയതാണ്, ഇടുങ്ങിയതാണ്. ഗലി എന്ന് പറഞ്ഞാൽ ഇടവഴി, തങ്ക എന്ന് പറഞ്ഞാൽ ഇടുങ്ങിയ. അപ്പോൾ അവിടെ അഹങ്കാരത്തിനും ഭഗവാനും ഒരുമിച്ച് വസിക്കാൻ സാധിക്കുകയില്ല. ഭാവ് യഹ് ഹേ കി അഹങ്കാരി വ്യക്തി കവി ഭഗവാൻ കോ നഹി പാ സക്ത. അപ്പോൾ അഹങ്കാരിയായ ഒരു വ്യക്തിക്ക് ഒരിക്കലും ഈശ്വരനെ സ്വീകരിക്കാൻ സാധിക്കുകയില്ല, അവന് ഒരിക്കലും ഈശ്വരനെ ലഭ്യമാകുകയില്ല. അപ്പോൾ ഇവിടെ കബീർദാസ് പറയുന്നത് മനുഷ്യരിൽ ഞാൻ എന്ന ഭാവം ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല, അഹങ്കാരം ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ അഹങ്കാരം ഉള്ളിടത്ത്, ഞാനെന്ന ഭാവം ഉള്ളിടത്ത് ഈശ്വരൻ ഒരിക്കലും വസിക്കാൻ സാധിക്കുകയില്ല.